സംസ്ഥാനത്ത് പുതിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നു CPM-ഉം BJP-ക്കുമെതിരായ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. ഇന്നത്തെ കേരളം ഞെട്ടിപ്പോകുന്ന വാർത്ത വരാനുണ്ട് എന്നാണ് CPI-നുള്ള മുന്നറിയിപ്പ്. തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധവുമായി കൊണ്ടുവന്ന കാളയെ കളയരുത് എന്ന് BJP-യോടും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ആ പ്രതികരണത്തിലേക്കാണ് പിന്നെ CPM-കാർ ഞാൻ എൻ്റെ ജസ്റ്റിസ് കണ്ടിട്ട് ഞാൻ ഭീഷണിപ്പെടുത്തുവാണെന്ന് നിങ്ങൾ വിചാരിക്കും. അധികം കളിക്കരുത് ഈ കാര്യത്തിൽ. ഞെട്ടിപ്പോവും. അല്ല വേണമെങ്കിൽ അങ്ങനെ എടുത്തോ. കേരളം ഞെട്ടിപ്പോവും. അതില്ല വരുന്നുണ്ട് ഇതുമായിട്ട്. അല്ല നോക്കിക്കോ, വലിയ താമസമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതൊന്നും വൈകാറില്ലല്ലോ. CPM തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത്, ഈ വർഗീയത കളിക്കുന്നത്. അത് അവർക്ക് ബോധ്യമായിക്കോളും. ബംഗാളിൽ സംഭവിച്ചത് കേരളത്തിൽ BJP-ക്ക് ഈ CPM-ന് സംഭവിക്കും. ഒരു കാളയുമായിട്ട് കന്റോൺമെൻറ്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തി എല്ലാവരും. ആ കാളയെ കളയരുത്, അത് പാർട്ടി ഓഫീസിൻ്റെ മുറ്റത്ത് കെട്ടിയിടണം. ഈ അടുത്ത ദിവസം ഒരാവശ്യം വരും BJP-ക്ക്. ആ കാളയുമായിട്ട് രാജീവ് ചന്ദ്രശേഖർ. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മുന്നറിയിപ്പിന് പിന്നാലെ BJP-ക്ക് സന്ദീപ് വാര്യരുടെ ചലഞ്ച്. കോൺഗ്രസിന്റെ മാതൃക തുടർന്ന് രാജീവ് ചന്ദ്രശേഖർ കോർ കമ്മിറ്റി അംഗത്തിനെതിരെ നടപടിയെടുക്കുമോ എന്ന് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചു. CPI-ഉം BJP-യും പ്രതിപക്ഷ നേതാവിന് മറുപടിയുമായി എത്തി. R. ശ്രീത്ത് ഒപ്പം ശ്രീകുമാരൻ എന്നിവർ പാലക്കാട് നിന്നും തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. ആദ്യം R. ശ്രീത്തിലേക്ക്. ശ്രീത്ത്, ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിലൊരു പ്രത്യാക്രമണത്തിന് കോൺഗ്രസ് ഒരുങ്ങുന്നു എന്നതുപോലെ തോന്നുന്നു ഇന്നത്തെ സതീശന്റെ പ്രതികരണങ്ങളെല്ലാം തന്നെ. അതിൽ ഒരു ഭീഷണിയെങ്കിൽ ആ രീതിയിൽ എടുത്തോളൂ എന്നൊക്കെ വളരെ കോൺഫിഡൻസിലാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അപ്പോൾ എന്തോ ഒരു വലിയ വാർത്ത വരാനുണ്ട് എന്ന് പറയുന്നു. അത് ദിവസങ്ങൾക്കുള്ളിൽ വരും, അത് തെരഞ്ഞെടുപ്പ് വരെയൊന്നും പോകണ്ട, അത് CPM-നും BJP-ക്കും ഉള്ളതാണ് എന്നുകൂടി പറയുമ്പോൾ അതിൽ നിന്ന് വായിച്ചെടുക്കാൻ എന്തെങ്കിലും കഴിയുന്നുണ്ടോ? എന്താണ് അതിന്റെ ഒരു കൂടുതൽ വിശദാംശങ്ങൾ? പ്രജിൻ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണത്തോടെ കോൺഗ്രസും UDF-ഉം അല്പം പ്രതിരോധത്തിലായിരുന്നു. ആ പ്രതിരോധത്തിൻ്റെ അവസ്ഥ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തോടുകൂടി മാറി എന്ന് കരുതുന്നു. അതിൽ നിന്ന് പുറത്തു കടക്കുകയും രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ പ്രത്യാക്രമണത്തിന് കോൺഗ്രസ് ഒരുങ്ങുകയും ചെയ്യുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ഇന്നത്തെ കോഴിക്കോട്ടെ പ്രതികരണം. അതുകൊണ്ട് തന്നെ എന്താണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്ന പുതിയ സംഭവവികാസങ്ങൾ, എന്താണ് കോൺഗ്രസും മറ്റും ചേർന്ന് പുറത്തുവിടാൻ പോകുന്ന കാര്യങ്ങളെന്ന് സംബന്ധിച്ച് വലിയ അഭ്യൂഹങ്ങളും ചർച്ചകളും രാഷ്ട്രീയ വൃത്തങ്ങളിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഇത് എന്തിനെ സംബന്ധിച്ചാണ്, ആരെപ്പറ്റിയാണ് എന്നതിനെ സംബന്ധിച്ച് ഒന്നും ഒരു വ്യക്തത ഇതുവരെ ഉണ്ടായിട്ടില്ല. താൻ പറയുന്ന കാര്യങ്ങൾ വളരെ വേഗത്തിൽ സംഭവിക്കാറുണ്ടല്ലോ, വൈകാറില്ലല്ലോ എന്നുകൂടി പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർക്കുമ്പോൾ വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും വെളിപ്പെടുത്തലും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഉയരുന്നത്. എന്തായാലും കോൺഗ്രസ് CPM-നെയും BJP-യെയും ബാധിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുമെന്നാണ് പറയുന്നത്. തെക്കൻ മലബാറിലെ ചില BJP നേതാക്കളുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ട്, ചില പരാതികൾ ഉരുണ്ടുകൂടുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ CPI-യുമായി ബന്ധപ്പെട്ട നേരത്തെ ഉണ്ടായ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകളും വന്നേക്കാമെന്ന് പറയുന്നു. എന്തായാലും ഇതിലേതാണെന്ന കാര്യം വ്യക്തതയില്ല. കോൺഗ്രസ് തന്നെയാണ് അക്കാര്യത്തിൽ വെളിപ്പെടുത്തലുകളും പ്രതികരണങ്ങളുമായി മുന്നോട്ട് വരേണ്ടത്. അല്ലെങ്കിൽ മറ്റ് ഇത്തരത്തിൽ ആക്ഷേപങ്ങൾ ഉന്നയിച്ച ആളുകൾ മുന്നോട്ട് വരണം. ഇതൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. എങ്കിലും ഇതേപ്പറ്റിയുള്ള അഭ്യൂഹങ്ങൾക്ക് ഒരു കുറവുമില്ല. യെസ്, R. ശ്രീത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി പാലക്കാട്ടേക്ക് ഒന്ന് പോകുന്നു. അവിടെ ശ്രീകുമാരൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ശ്രീത്ത്, ഇതിലിപ്പോൾ പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചതിന് പിന്നാലെ വന്നൊരു ഫേസ്ബുക്ക് കുറിപ്പ് അതിപ്പോൾ കൂടുതൽ ചർച്ചയാവുകയാണ് രാഷ്ട്രീയ കേരളം. സന്ദീപ് വാര്യർ നടത്തിയൊരു ഫേസ്ബുക്ക് കുറിപ്പാണ്. അതിൽ ഈ ഒരു BJP-യിലെ ഒരു കോർ കമ്മിറ്റി അംഗത്തിനെതിരെ രാജീവ് ചന്ദ്രശേഖർ ഇനി നടപടി എടുക്കേണ്ടി വരും, അത് എടുക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് കൃത്യമായ ഒരു ചലഞ്ച് എന്ന രീതിയിൽ അവിടെ അവതരിപ്പിച്ചിരുന്ന സന്ദീപ് വാര്യർ. അപ്പോൾ എന്താണ് അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സൂചനകൾ? അപ്പോൾ വരും ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ ചില കാര്യങ്ങൾ വെളിപ്പെടാനുണ്ട് എന്നാണോ? അങ്ങനെ തന്നെ വേണം പറയാൻ. പക്ഷേ ഈ പരാതിയെക്കുറിച്ച് ഏതാണ്ട് ചില വിവരങ്ങൾ നമുക്ക് ഇതിനകം തന്നെ ലഭിക്കുന്നുണ്ട്. അതൊരു ഗുരുതരമായ പരാതിയാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാം. പക്ഷെ അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട്, അതിലെന്തെങ്കിലും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ജെന്യൂനായ പരാതിയാണോ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ അത് പിന്നീടാണ് തീരുമാനമെടുക്കേണ്ടത്. എന്തായാലും രാജീവ് ചന്ദ്രശേഖറിന് അത്തരത്തിൽ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട് ഒരു കോർ കമ്മിറ്റി അംഗത്തിനെതിരെ എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. അതാണ് സന്ദീപ് വാര്യരുടെ ആ കുറിപ്പ് തെളിയിക്കുന്നത്. അത് ആരാണ് എന്നതിനെക്കുറിച്ചൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല, അല്ലെങ്കിൽ അതിലൊരു സ്ഥിരീകരണം ഇതുവരെ നടത്തിയിട്ടില്ല. ഈ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക്
കുറിപ്പിന് ശേഷം അല്ലെങ്കിൽ ഈ പോസ്റ്റിന് ശേഷം ഒരു മറുപടി ഈ പറയുന്ന പരാതിക്കാരനോ അല്ലെങ്കിൽ പരാതിക്കാരിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ഇവിടെയില്ല. അദ്ദേഹം ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലാണ്. അദ്ദേഹത്തിന്റെ അമ്മയുടെ അസുഖവുമായി ബന്ധപ്പെട്ടാണ് അവിടെ തന്നെ തുടരുന്നത്. വന്നതിനുശേഷം ഈ പരാതി ഗൗരവത്തിൽ തന്നെ പരിശോധിക്കുമെന്ന ഒരു മറുപടി അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു തർക്കവുമില്ല. അക്കാര്യത്തിൽ നമുക്കും സ്ഥിരീകരണമുണ്ട്. എന്തായാലും ഈ പരാതിയുടെ ഗൗരവം എത്രത്തോളമാണ്, എന്താണ് ഈ കോർ കമ്മിറ്റി അംഗം ചെയ്ത തെറ്റ് എന്നതിനെ കുറിച്ചൊന്നും ഒരു വ്യക്തത നമുക്ക് വന്നിട്ടില്ല. എന്തായാലും ഈ പരാതിയാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് നിസ്സംശയം ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. സന്ദീപ് വാര്യരുടെ പാലക്കാട്ടെ ശത്രുക്കളാണോ അതോ ഇനി തൃശ്ശൂരിലെ ശത്രുക്കളാണോ, അതുപോലെ തന്നെ BJP-യിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ എതിർത്ത മറ്റു മേഖലകളിലുള്ള ആളുകളാണോ എന്നതിനെക്കുറിച്ചൊന്നും തന്നെ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും രാജീവ് ചന്ദ്രശേഖറിന് ഒരു പരാതി അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ലഭിക്കുന്നു. അതൊരു കോർ കമ്മിറ്റി അംഗത്തിനെതിരാണ്. ആ കോർ കമ്മിറ്റി അംഗത്തിനെതിരായ ആ പരാതിയിൽ ഒരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല. അദ്ദേഹം സ്ഥലത്തില്ല എന്നാണ് അവർക്ക് തിരിച്ച് അയച്ച മെസ്സേജ് അല്ലെങ്കിൽ തിരിച്ച് ആ ഇമെയിൽ അയച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് BJP നേതൃത്വം പ്രതികരിച്ചിട്ടില്ല. ആരാണ് ആ കോർ കമ്മിറ്റി അംഗം എന്നതിനെക്കുറിച്ചുള്ളൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. അത് അത്തരത്തിൽ വന്നാൽ മാത്രമേ മറ്റു കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ. BJP നേതാക്കളുടെ ഒരു പ്രതികരണം നമുക്ക് തേടാൻ കഴിയുകയുള്ളൂ. ശ്രീകുമാറിനാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.